ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? അത്ര ദൂരെ ഒന്നുമല്ല, ഞങ്ങൾ പി ജിയിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ അമ്പലക്കുളം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ തന്നെ. മഴ പെയ്തുകൊണ്ട് കുളമൊക്കെ നന്നായിട്ട് നിറഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, കാരണം ഫുള്ള് കാട് മൂടിയിട്ട് കിടക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല, എപ്പോഴും ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമാണുള്ളത്. ഈ അമ്പലം പിന്നെ നേരത്തെ അടയ്ക്കും. ഞങ്ങളൊരു 8 മണി ആവുന്നതിൻ്റെ മുന്നേ എത്തിയിരുന്നു. പക്ഷേ പൂജാരി അമ്പലം പൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്പലം പൂട്ടാറില്ല, ജസ്റ്റ് ആ ഡോറ് ചാരി വയ്ക്കാറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ കയറി തൊഴുതു. അങ്ങനെ പ്രസാദം തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിറങ്ങി. വരുമ്പോഴും ഇവിടെ പൂജാരി ഉണ്ടാവാറില്ല, ഞങ്ങൾ വൈകുന്നതുകൊണ്ടാണ്. പിന്നെ ആകെ ഒരു പ്രാവശ്യത്തെ കണ്ടു. അന്ന് പിന്നെ ഞങ്ങൾക്ക് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ പൂജാരി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. ഈ വഴിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്താ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ പേടിയാന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇനി വേറെ അമ്പലത്തിലേക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠ ശിവഭഗവാനാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ അമ്പലം കറങ്ങിയാണ് വേറെ വഴിയിലേക്ക് ചെന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ചെരുപ്പൊക്കെ വെച്ച് അകത്ത് കയറാം. ഞങ്ങൾ ചെന്ന സമയത്ത് അമ്പലം അടച്ച് എന്തോ പൂജ എന്തോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അമ്പലത്തിൽ കയറിയത്. അകത്ത് കയറിയിട്ടല്ലേ പിന്നെ പുറത്ത് പ്രദക്ഷിണം വയ്ക്കാനാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. പ്രസാദമൊക്കെ കിട്ടി. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് പായസമൊന്നും കിട്ടിയില്ല. സാധാരണ ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾക്ക് പായസം കിട്ടാറുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത് കിട്ടിയില്ല. എൻ്റെ വീഡിയോ എടുക്കൽ കഴിയാൻ വേണ്ടിയിട്ട് ചേച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ആൽമരം കൂടി ഉണ്ട്, അതും പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങി. ഈ മരം ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ അപ്പോൾ നല്ല ഇരുട്ട് മൂടിയിട്ടും കൂടിയായിരുന്നു. ക്യാമറയിലെടുത്തപ്പോൾ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.